ഗുരുവായൂർ പോവാണ്. ചേച്ചിയുടെ കല്യാണമാണ് നാളെ. അപ്പൊ നമ്മളിവിടെ തുറവൂരിന്ന് ട്രെയിനിൽ നേരെ ഗുരുവായൂരേക്കാണ് പോണത്. അമ്മ, അച്ഛൻ, അനിയനെ നമ്മളെല്ലാരും കൂടിയാണ് പോണത്. അപ്പൊ അവിടെ നമുക്കൊരു വഴിപാടുണ്ട്. അപ്പൊ അതൊക്കെ കൊടുക്കണം. അത് കാരണം നമ്മള് ഇവിടെ സെപ്പറേറ്റ് പോവാണ്. അവരൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണുന്നത്. അതാണ് നമ്മുടെ വീഡിയോ. മൈ ട്രെയിൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിൽ നോക്കിയപ്പോഴത്തേക്ക് ട്രെയിൻ ഏകദേശം തുറവൂർ 9:30 ആകുമ്പോഴത്തേക്ക് എത്തുന്നതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങി എലിവേറ്റഡ് ഹൈവേയുടെ വോക്ക് നടക്കുന്നുണ്ട്. എപ്പോഴും ബ്ലോക്ക് കിട്ടി നമ്മൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആവാറുണ്ട്. പക്ഷെ നമുക്ക് അന്ന് പ്രശ്നമൊന്നും ഉണ്ടായില്ല, വേഗം തന്നെ എത്താൻ പറ്റി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നിന്നപ്പോഴത്തേക്ക് ട്രെയിൻ എത്തി. ടിക്കറ്റ് 120 അങ്ങനെ എന്തോ ആയത് ഓർക്കുള്ള കറക്റ്റായിട്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എനിക്ക് ഒരുമിച്ച് സെറ്റ് കിട്ടി. അനിയനെ ബാക്കിലായിട്ടാണ് കിട്ടിയത്. പിന്നെ നമ്മൾ ഇവിടെ നിന്നൊരു ലേസ് വാങ്ങാമല്ലോ എന്ന് ഓർത്ത് നിന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടനെ കണ്ടു. പിന്നെ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടോ. ആലുവ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് ട്രെയിൻ എടുത്തു. അങ്ങനെ കുറച്ച് നേരം ഫോണൊക്കെ കളിച്ചിരുന്നപ്പോഴത്തേക്ക് നമ്മൾ നേരെ റൂമിലേക്ക് നടന്നു. ലഗേജൊക്കെ വെച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് നേരെ പോന്നു. അപ്പോൾ ചേച്ചിയൊക്കെ അവിടെ നമ്മൾ തൊഴുത് വന്നപ്പോഴത്തേക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം അവരോട് ഇരുന്ന് പിന്നെ ഞാൻ ഒന്ന് കുറച്ച് നേരം ഉറങ്ങിപ്പോയി. കാരണം ട്രെയിനിൽ ഉറങ്ങിയിട്ടുണ്ടായില്ല ഒട്ടും. നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി നേരെ പോകുന്നല്ലേ. എനിക്ക് ഇവരുടെ മേക്കപ്പ് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഒരു ഡാർക്ക് ടു മീഡിയം സ്കിന്നുകാർക്ക് ഭയങ്കര സ്യൂട്ടാവുണ്ട്. അതായത് നമ്മുടെ ഫേസിനെ കവർ ചെയ്യാതെ, അതായത് ഫേസിന് കറക്റ്റ് ആപ്റ്റായിട്ട് അവർ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായത്. ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈറ്റ് ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെയല്ല ചെയ്തത്, കറക്റ്റ് സ്കിൻ ടോൺ അനുസരിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹെയർ സ്റ്റൈൽ വന്നിട്ട് തുളസിയും മുല്ലയും കൂടിയുള്ള കോമ്പിനേഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുല്ലയിൽ കുറച്ച് ഗ്യാപ്പിൽ റോസ് പെറ്റൽസ് കെട്ടിയിട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലായിരുന്നു. ചുട്ടി പേഴ്സണൽ ചേച്ചിക്ക് ഫസ്റ്റ് ലുക്കിന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് മാറ്റി. അപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞ് വെക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞ് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ചുട്ടി വെച്ചില്ല. ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ റെഡിയായ ടൈമിൽ ഞാൻ എണീറ്റു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അടിയിൽ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന പിന്നെ കഴിച്ചത്. കുറച്ച് ഉറങ്ങിപ്പോയി, അതാ പറ്റിയ. അവിടെ ഇഡ്ഡലി, ഒരു വട, അങ്ങനെ സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടായി. അപ്പോൾ കൗണ്ടർ അടയ്ക്കാൻ കുറച്ച് നേരം കൂടി ഉണ്ടായുള്ളൂ. ഞാനപ്പോൾ വേഗം പോയി കഴിച്ചിട്ട് വന്നിട്ടോ. അപ്പോൾ അവരൊക്കെ റെഡിയായി അമ്പലത്തിലേക്ക് പോയത് ചേച്ചിയുടെ കസിൻസാണ്, അച്ഛൻ്റെ അനിയൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ റെഡിയായി കഴിഞ്ഞു കംപ്ലീറ്റ്. പുറത്ത് ചെറിയ പൊടിമഴയൊക്കെ പെയ്യുന്നുണ്ടായിട്ടോ. പിന്നെ ഞാൻ വേഗം റെഡിയായി. കുറച്ച് മോയ്സ്ചറൈസറും സൺസ്ക്രീമൊക്കെ ഇട്ട് കുഞ്ഞായിട്ട് കണ്ണെഴുതി, ലിപ്സ്റ്റിക് ഇട്ടു. ഇതാണ് എൻ്റെ കുഞ്ഞ് മേക്കപ്പ് ലുക്ക്. എനിക്കങ്ങനെ മേക്കപ്പ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. ഇനി മുടി ഇട്ടാൽ പോലും അറിയില്ല. അപ്പോൾ അങ്ങനെ വേഗം റെഡിയായിട്ട് നമ്മൾ താമസിച്ചതിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ ആയിരുന്നു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഓഡിറ്റോറിയം എന്നിട്ട് കൃഷ്ണൻ്റെ ഈ വിഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു കറുത്തിട്ടുള്ള നല്ല കാർ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കൃഷ്ണൻ വെച്ചിട്ടുണ്ടായി. പിന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി താലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായി. ഇതേപോലെ നല്ല രസമുണ്ടായി. അങ്ങനെ ഇവിടെ വൈശാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നൈറ്റായിട്ട് എത്തിയോണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ റെഡിയായി വന്നപ്പോഴത്തേക്ക് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ അങ്ങനെ മുഹൂർത്തമായിട്ടില്ല. അവരൊരു ടൈം പറഞ്ഞാലും വേഗം ഇങ്ങനെ കല്യാണം ഇങ്ങനെ വന്നതിനനുസരിച്ച് കഴിച്ചു വിടും. അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേക്ക് എനിക്കത് കാണാൻ പറ്റില്ല ഗൈസ്. പിന്നെ ഞാൻ റൂമിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഒന്നും കൂടി ടച്ചപ്പൊക്കെ ചെയ്തു. സെക്കൻഡ് സാരി ലുക്കിൽ അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് നടക്കണം. കുറച്ച് നടന്നിട്ട് ഇപ്പുറത്തേക്ക് ലളിത എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് മാരേജ് നടന്നിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ ഹോളും കാര്യങ്ങളും വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചിയെ റെഡിയാക്കിയിട്ട് വേഗം ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പിള്ളേരെല്ലാവരും കൂടി താലെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി താലമൊക്കെ അറേഞ്ച് ചെയ്തു. വളരെ ചെക്കൻ്റെ വീട്ടിൽ നിന്നും പെണ്ണിൻ്റെ നിന്ന് വളരെ കുറച്ച് ആൾക്കാർ കൂടിയിട്ടാണ് നമ്മൾ ഗുരുവായൂർ വെച്ച് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. പിന്നെ റിസപ്ഷനും കാര്യങ്ങളും വീട്ടിലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി താലമൊക്കെ എടുത്ത് ചേച്ചിയും ചേട്ടനെയും നമ്മൾ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. എൻ്റെ ബാക്കിലുള്ളതാണ് ഷിനപ്പൻ, ചേച്ചിയുടെ അമ്മയാണ് കേട്ടോ. അതായത് അമ്മയുടെ വല്യമ്മയുടെ മോളാണ്. പിന്നെ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. ചേച്ചിയുടെ വെഡ്ഡിങ്ങിൻ്റെ ചടങ്ങൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ശാന്തിക്ക് ഹോളിൽ പരിപാടി ചടങ്ങൊക്കെ നടത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഈ സൈഡിലാണ് വന്നിട്ടുള്ളത്. ചേട്ടൻ്റെയൊക്കെ ഫാമിലി അപ്പുറത്തെ സൈഡിൽ കുറേ പേരുണ്ടെങ്കിൽ അങ്ങനെ
അപ്പോൾ കൈ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അച്ഛൻ്റെ അനിയനാണ് കേട്ടോ പിടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷീനാപ്പനും ചേട്ടൻ്റെ ഭാര്യ അവിടെ ഉള്ളത്, അവർ കുട്ടികളാണ് കേട്ടത്. പിന്നെ ചേട്ടൻ്റെ അമ്മ അച്ഛൻ അവരൊക്കെ. അങ്ങനെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കുറേ നാളത്തെ ഡ്രീമാണ് ഇന്നിങ്ങനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഗുരുവായൂർ വെച്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ചേച്ചി കുറേ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇവരെ ഈ ഒരു ഏജൻസിനെ നമ്മൾ ഫൈൻഡ് ചെയ്തത്. ഇവർ തന്നെയാണ് തലേ ദിവസത്തെയും വെഡ്ഡിങ്ങിൻ്റെ ഡെക്കറേഷൻസും ഫുഡും എല്ലാം തന്നെ ചെയ്ത് നമ്മളൊന്നും അറിയേണ്ടി വന്നില്ല. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ വെല്ലിമ്മയുടെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനത്തെ ചടങ്ങുകളെല്ലാം ഇന്ന് കഴിഞ്ഞു. നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം മിനിമലായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സദ്യയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സ്പെഷ്യലി എനിക്ക് പായസമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുത്തിരിച്ചോറും സാമ്പാറും അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളോടെ സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ ഷീനാപ്പം പറയുകയാണ് അടുത്തതിന് നിൻ്റെ കല്യാണമാണ്, നമുക്കപ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പോകുന്നത്. ഇത് വീനാമ്മയും മോളാണ്. മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നത് പേജ് ഞാൻ മെൻഷൻ ചെയ്യാൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. ബൈ ഗൈസ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, നമ്മൾ റൂമിലെത്തി. അപ്പോൾ രാത്രി ആയതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ കൃഷ്ണ നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിച്ചു കേട്ടോ, നല്ല രസമില്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി എല്ലാവരും കൂടി ഇവിടെ നിന്ന് ട്രാവലർ ഉണ്ട്, അപ്പോൾ അതിനെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ലൈഫിൽ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.